الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على محمد وعلى آله وأصحابه وأتباعه وأهل بيته أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. ഏറ്റവും ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തഖ്വയോടെ ജീവിക്കുവാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ജുമയ്ക്ക് കേട്ട് മനസ്സിലാക്കിയ വിഷയം ബഹുസ്വര സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു സത്യവിശ്വാസിയുടെ, മുസ്ലിമിൻ്റെ നിലപാട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയെ സംബന്ധിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയതും മനസ്സിലാക്കിയതും. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളും പരിശുദ്ധ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശോധിച്ച് നോക്കുമ്പോൾ മാനവികതയെ സംബന്ധിച്ച് വളരെയേറെ ഉദ്ഘോഷിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم لبعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. പരസ്പരം ജനങ്ങൾ, വലൗലാ ദഫ്ഉല്ലാഹി الناس, ജനങ്ങൾ പരസ്പരം, ജനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിനെ, ഒരു പ്രദേശത്തിനെ, ജാതിക്കും മതത്തിനും വർഗത്തിനും അപ്പുറമുള്ള ജനസമൂഹം പരസ്പരം ഉൾക്കൊള്ളുകയും സഹായിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത് സവാമിഉൻ വബീഉൻ വസലവാത്തുൻ വമസാജിദുൻ യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ. ക്ഷേത്രങ്ങളും ചർച്ചുകളും മഠങ്ങളും അള്ളാഹുവിനെ അധികമായി സ്മരിക്കുന്ന മസ്ജിദുകളും പൊളിക്കപ്പെടുമായിരുന്നു, തകർക്കപ്പെടുമായിരുന്നു. ഖുർആനിലെ വേറൊരു വചനത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم لبعض لفسدت الارض. ജനങ്ങൾ പരസ്പരം സഹായിക്കുകയും ഉൾക്കൊള്ളുകയും പരസ്പരം പ്രതിരോധിക്കുകയും ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങളും വർഗീയതയും ഉണ്ടാകുമായിരുന്നു എന്ന് ഖുർആൻ. പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന, ബന്ധപ്പെടുത്ത് കിടക്കുന്ന ഈ രണ്ട് ആയത്തുകൾ മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്.
ഇങ്ങനെ പറഞ്ഞ ഒരു വേദഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ജാതിയുടെ മതത്തിന്റെയും വർഗത്തിന്റെ അപ്പുറം ചിന്തിക്കാൻ വേണ്ടി പറയുന്ന പരിശുദ്ധ ഖുർആൻ. ഒരു ഹിന്ദുവിന്റെ ഫാക്ടറിയിൽ ഒരു മുസ്ലിം പണിയെടുക്കണം. ഒരു മുസ്ലിം നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ അയാളുടെ കമ്പനിയിൽ, അയാളുടെ തൊഴിലിടത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും പണിയെടുക്കണം. ഒരു ക്രൈസ്തവൻ നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, ആശുപത്രി ആവട്ടെ, അവിടെ ക്രൈസ്തവന് മാത്രമല്ല അപ്പോയിൻമെന്റ് ചെയ്യേണ്ടത്, അവർക്ക് മാത്രമല്ല പ്രവേശനം നൽകേണ്ടത്, അവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പ്രവേശനം നൽകണം എന്ന് എവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന, നമ്മുടെ വീട്ടിൽ മടക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലാണ് പറയുന്നത്. മുസ്ലിം സമുദായം നടത്തുന്ന ഒരു ആശുപത്രിയിൽ മുസ്ലിമിന് മാത്രമേ പ്രവേശനമുള്ളൂ, അവിടെ മുസ്ലിം ഡോക്ടർക്ക് മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ, മുസ്ലിം നേഴ്സുമാർ മാത്രമേ അവിടെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. ഒരു ക്രൈസ്തവൻ നടത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അവിടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ പ്രവേശനം നൽകൂ എന്ന് പറയാൻ പറ്റുകയില്ല. ഇത് ബഹുസ്വര രാജ്യമാണ്, അത് ഖുർആനിന് വിരുദ്ധവുമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇനി ആയത്തിന്റെ മറുവശം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരസ്പരം ഇങ്ങനെ ജനങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ക്ഷേത്രങ്ങളും ചർച്ചുകളും മഠങ്ങളും സ്ഥാപനങ്ങളും പള്ളികളും പൊളിക്കപ്പെടുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ, ഈ ഭൂമിയിൽ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രം നിലനിൽക്കണമെന്ന് ഖുർആൻ, ഈ ഭൂമിയിൽ ചർച്ചുകളുണ്ടെങ്കിൽ ആ ചർച്ചുകൾ പൊളിക്കപ്പെടരുത്, നിലനിൽക്കണമെന്ന് ഖുർആൻ, ഈ ഭൂമിയിൽ മഠങ്ങളുണ്ടെങ്കിൽ ആ മഠങ്ങൾ നിലനിൽക്കണമെന്ന് ഖുർആൻ, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന മസ്ജിദുകൾ ഉണ്ടെങ്കിൽ ആ മസ്ജിദുകൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഖുർആൻ. ഒന്നും പൊളിക്കപ്പെടരുത് എന്നാണ് ഈ വചനം, ഈ ആയത്ത് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ അറിയാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകുന്നു. 40, 50, 60 കൊല്ലമായി ഖുർആൻ ഓതുന്നു, ഖത്തം തീർക്കുന്നു. റമദാനാവുമ്പോൾ എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്, 4, 5, 10, 30 ഖത്തം തീർത്തവരെ എനിക്കറിയാം. കഴിഞ്ഞ റമദാനിൽ ഒരു ദിവസം ഒരു ഖത്തം എന്ന നിലയ്ക്ക് 30 ഖത്തം തീർത്തൊരു സഹോദരൻ എനിക്കറിയാം. പക്ഷെ ഖുർആന്റെ ഓരോ വചനങ്ങളും ആയത്തുകളും അത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്ന് നമ്മൾ കാലമിത്രയും ജീവിച്ചിട്ടും കാലമിത്രയും പള്ളിക്കകത്ത് വന്നിട്ടും ഈ ആയത്തിനെ, ഈ ഖുർആന്റെ വചനങ്ങളുടെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കാൻ നമുക്ക് സൗകര്യപ്പെട്ടിട്ടില്ല, നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥവും ദുഃഖവും എന്ന് ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുകയാണ്. ഖുർആൻ പിന്നെയും പറയുന്നുണ്ട്. എന്താണ് ഖുർആൻ പറയുന്നത്? ഒന്നിലധികം സ്ഥലത്ത് പറയുന്നുണ്ട്. വമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഭൂമിയിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ വധിച്ചാൽ, റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ആരുമാവട്ടെ, ഏത് ജീവിയുമാവട്ടെ, ആരുമാവട്ടെ, അയാൾ നിരപരാധിയാണെങ്കിൽ അയാളുടെ ജീവൻ എടുത്താൽ, വമൻ ഖതല നഫ്സൻ, ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ, ആയുധം കൊണ്ടാവട്ടെ, ബോംബ് കൊണ്ടാവട്ടെ, എന്തുമാവട്ടെ, ജീവൻ എടുത്താൽ ഭൂമിയിലെ 700 കോടി മനുഷ്യരുടെ ജീവൻ എടുത്തതിന് തുല്യമാണെന്ന് ഖുർആൻ. ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. നമ്മൾ അറിയാതെ ഈ ആയത്തിന്റെ അർത്ഥം കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകും. ഭൂമിയിലെ 700 കോടി മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തും അതിന്റെ കണക്കെടുത്ത് നോക്കിയാൽ അങ്ങനെയാണല്ലോ. ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ വധിച്ചാൽ 700 കോടി മനുഷ്യരെ വധിച്ചതിന് തുല്യമാണ്, ആ പാപത്തിന് തുല്യമാണ് എന്ന് ഖുർആൻ ബോധിപ്പിക്കുമ്പോൾ, ഒരു മനുഷ്യനെയും വധിക്കരുത് എന്ന് ഖുർആൻ ബോധിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ യമനിൽ നേഴ്സിംഗിന് പോയ, നേഴ്സ് ജോലിക്ക് വേണ്ടി പോയ ഒരു പെൺകുട്ടിയുടെ കഥ ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ
ആരുമായിക്കോട്ടെ, യമനി ആരുമായിക്കോട്ടെ, അയാളെ വധിച്ചിട്ടുണ്ടെങ്കിൽ വധിച്ചിട്ടുണ്ട് 700 കോടി മനുഷ്യരെ വധിച്ചതിന് തുല്യമാണ്. അത്രയേറെ വലിയ പാപമാണ്. നിരപരാധിയായ ഒരു മനുഷ്യനെ പോലും വധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. നമുക്കറിയാം, ഗസായില് ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ജുമയ്ക്ക് ഇവിടെ എത്തിയതെന്ന്. ഈ അടുത്ത ദിവസം നമ്മളൊരു വീഡിയോ കണ്ടല്ലോ. ചങ്ക് പൊട്ടിയിട്ടല്ലാതെ ആ വീഡിയോ കാണാൻ കഴിയില്ല. ഗസായിലെ ഒരു പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി, അവള് മുന്നിൽ വന്നുകൊണ്ട് അവളുടെ വയറ് വല്ലാതെ തടവിയിട്ട്, അറബ് സമൂഹമേ, ഞങ്ങളുടെ വിശപ്പ് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുക. യുദ്ധത്തിന്റെ പേരിൽ നിരപരാധിയായ മനുഷ്യരെ നിഷ്കാസനം ചെയ്യുമ്പോൾ, നിഷ്ഠൂരം വധിക്കുമ്പോൾ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ, ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ, ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ ഗസായിലെ ഓരോ കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുമ്പോൾ, യുദ്ധത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു പച്ച ഇലയും നിങ്ങൾ വെട്ടിക്കളയരുത്, ഒരു പച്ച മരവും വെട്ടിക്കളയരുത്, അവിടെ ഒരു മൃഗങ്ങളെയും നിങ്ങൾ കൊല്ലരുത്, സ്ത്രീകളെ ഉപദ്രവിക്കരുത്, വൃദ്ധന്മാരെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും വെറുതെ വിട്ടേക്കണമെന്ന യുദ്ധത്തിന്റെ മര്യാദ പഠിപ്പിച്ച മതമാണ്, മതത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നോക്ക്, ഈ അടുത്ത സമയത്ത് 12 ദിവസം നീണ്ടു നടന്ന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ അവിടെ സിവിലിയന്മാരെ കൊലപ്പെടുത്തപ്പെടുന്നു. ഇതിനു മുമ്പും ശേഷമുള്ള കുരിശുദ്ധങ്ങളാവട്ടെ, മറ്റേതെങ്കിലും 2ാം ലോക മഹായുദ്ധങ്ങളാവട്ടെ, ലക്ഷക്കണക്കിന് ആളുകളെ നിഷ്ഠൂരമായി വധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. യുദ്ധത്തിന് മര്യാദ പഠിപ്പിച്ച മതമാണ്. ഈ മതത്തെയാണ് SNDPയുടെ സെക്രട്ടറിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ മതത്തെയാണ് ജാതി വർഗ മേലാളന്മാർക്കും പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നവർക്കും നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ വീണ്ടും, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ, ആരുടെ വിഗ്രഹങ്ങളുമായി ആയിക്കൊള്ളട്ടെ. ഈ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില ജംഗ്ഷനുകളിൽ ചില വിഗ്രഹങ്ങളൊക്കെ നമ്മൾ കാണാം. ഒരു വിഗ്രഹത്തെ പോലും നിങ്ങൾ അധിക്ഷേപിക്കരുതെന്ന് പറഞ്ഞ മതമാണ് ഈ ഇസ്ലാം. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. എത്ര മനോഹരമാണ് ഈ ഖുർആൻ. അല്ലാഹ് അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യന്മാരായിട്ടുള്ളവരെ, അത് ജീവിച്ചിരിക്കുന്നവരാവട്ടെ, ആൾദൈവങ്ങളാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, വിഗ്രഹങ്ങളാവട്ടെ, ആരെയും നിങ്ങൾ പഴിക്കരുത്, കുറ്റപ്പെടുത്തരുത്, അധിക്ഷേപിക്കരുത്, അവരെ പരിഹസിക്കരുത്, അവരുടെ നേരെ കല്ലെറിയരുത്. അത് തുണി ഉടുത്തതാവട്ടെ, തുണി ഉടുക്കാത്തതാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, കൊമ്പുള്ളതാവട്ടെ കൊമ്പില്ലാത്തതാവട്ടെ, ഒന്നിനെയും നിനക്ക് കാണുമ്പോൾ ചിരി വരും, നിനക്ക് കാണുമ്പോൾ പരിഹസിക്കാൻ തോന്നും. ഒരു വിഗ്രഹത്തെയും ഒരാരാധ്യ വസ്തുക്കളെയും പഴിക്കരുത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് നമ്മളെന്ന് ഈ ഘട്ടത്തിൽ ഓർക്കുക. നമ്മൾ ഇങ്ങനെയുള്ള ഖുർആനിന്റെ വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തൊരു ഹദീസ് കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. ഹലക ഉമ്മത്തി ഫിൽ അസ്ബിയ, വർഗീയതയിൽ എൻ്റെ സമൂഹം നശിച്ചു പോകും. ഫിൽ അസ്ബിയ, ഹലക ഉമ്മത്തി ഫിൽ അസ്ബിയ. നമ്മുടെ കൊച്ചു കേരളം എത്ര മനോഹരമായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനത്തിലും സമാധി ദിനത്തിലുമൊക്കെ ഞാനടക്കമുള്ളവരൊക്കെ മാനവ സൗഹാർദ്ദത്തിനു വേണ്ടി പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഒരോണം വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്, തന്നിരുന്ന പായസം നമ്മൾ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അധികാരത്തിന് വേണ്ടി, അങ്ങനെ പലതിനും വേണ്ടി വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തെ. ജാതി പറഞ്ഞുകൊണ്ട്,
ജാതി ചോദിക്കരുത്, ജാതി പറയരുത് എന്ന് പറഞ്ഞ മഹാനായ നവോത്ഥാന നായകന്റെ അനുയായികൾ പോലും മഹത്തായ സ്ഥാനത്തിരുന്നു കൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ പേര് ജുമയ്ക്ക് പറയാനൊരു കാരണമുണ്ട്. അദ്ദേഹം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അല്പവസ്ത്രം ആ മാന്യ അദ്ദേഹത്തോട് സഹയാത്രികനായ അപരിചിതൻ ചോദിച്ചു, അങ്ങയുടെ ജാതി ഏതാണ് എന്ന്. ഒരു കാലഘട്ടത്തിൽ ജാതി ചോദിക്കും. അങ്ങയുടെ ജാതി ഏതാണ്, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് തിരിച്ചൊരു ചോദ്യമാണ് ഉന്നയിച്ചത്, കണ്ടാൽ അറിയില്ലെങ്കിൽ കേട്ടാൽ അറിയോ എന്ന്. കണ്ടാൽ അറിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാൽ അറിയുമോ എന്ന് അയാളുടെ ഉത്തരം മുട്ടിപ്പോയി എന്നാണ്. കുമാരനാശാൻ പറഞ്ഞല്ലോ, ഒരേഴച്ചർമാൻ പോയി തൊപ്പിയിട്ടാൽ ജാതിയുടെ മതത്തിന്റെയും വർഗത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്തവർ, ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പോലും നടക്കാൻ അവകാശമില്ലാത്തവർ അങ്ങ് പൊന്നാനിയിൽ പോയി ഇസ്ലാം സ്വീകരിച്ച് തൊപ്പിയിട്ട് മടങ്ങി വന്നാൽ ഒന്നാമത്തെ സഫിൽ ഈ ചങ്ങനാശ്ശേരിയിലെ സമ്പന്നന്റെ കൂടെ ഇരുന്നോ നമസ്കരിക്കാൻ അവകാശം പോലും ഉണ്ട് എന്ന് ഞാനും നിങ്ങളുമല്ല പറഞ്ഞത്, കുമാരനാശാനാണ്, മഹാനായ കവിയാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം ഈ രാജ്യത്തിൽ. പക്ഷെ ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മേൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഒരു രാജ്യം, ഒരു സമൂഹം നശിക്കപ്പെടുന്നത്, പരസ്പരം കടിച്ചു കീറപ്പെടുന്നത് വർഗീയത ചിരിക്കുമ്പോഴാണ്, വർഗീയത പറയുമ്പോഴാണ്. വായിൽ റളിയല്ലാഹു തആല ഒരിക്കൽ പറയാൻ, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു യാ റസൂലല്ലാഹ് അമിനൽ അസ്ബിയത്തി അൻ യുഹിബ്ബ الرجل قومه قال لا ولكن من العصبية أن يعين الرجل قومه على الظلم. മഹത്തായ ഒരു ചോദ്യം. ഇന്ന് ഈ ജുമഅയ്ക്ക് വന്നവർ ഈ ഹദീസ് അവരുടെ ഹൃദയത്തിൽ ഒരു കല്ല് പോലെ കൊത്തിവെക്കേണ്ട ഹദീസാണ്. ആ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, വർഗീയത അദ്ദേഹത്തിന് അറിയേണ്ടത് വർഗീയതയെ കുറിച്ചാണ്. അമിനൽ ആസ്ബിയത്തി അൻ യുഹിബ്ബ റജുലു ഖൗമു, സ്വന്തം സമുദായത്തെ ഇഷ്ടപ്പെടുന്നതും സ്വന്തം സമുദായത്തിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതും വർഗീയതയാണോ? നമ്മുടെ ചങ്ങനാശ്ശേരി മഹല്ല്, ഈ മഹല്ലിന്റെ കീഴിലുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും നല്ല വിദ്യാഭ്യാസം കിട്ടണം, ഉന്നത നിലവാരത്തിലെത്തണം, അവര് താക്കോൽ സ്ഥാനത്തെത്തണം, അവര് കളക്ടറാവണം, എഞ്ചിനീയർ ആവണം. പോലീസ് വകുപ്പിൽ ഒരുപാട് ഒഴിവുകളുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ഒഴിവുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഇന്റലിജൻസിൽ ഒരുപാട് ഒഴിവുകളുണ്ട്. ഇങ്ങനെ ഈ ഒഴിവുകളൊക്കെ നികത്താൻ വേണ്ടി ഈ മഹല്ലിലെ നമ്മുടെ യുവസമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായി, ജോബ് സംബന്ധമായി, സാംസ്കാരികപരമായി ഉന്നമനത്തിന് വേണ്ടി ഈ മഹല്ല് പരിശ്രമിക്കുന്നതോ, ഈ മഹല്ല് കഠിനാധ്വാനം ചെയ്യുന്നത് വർഗീയതയാണോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ ഖാലല്ല, അത് വർഗീയതയല്ല. ഓരോ ജാതിയും ഓരോ മതക്കാരും ആ ജാതിയിൽപ്പെട്ട, ആ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികളൊക്കെ സ്ഥാപിക്കുന്നു. അതൊന്നും വർഗീയതയല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു, വലാകിൻ മിനൽ അസ്ബിയ, വർഗീയത എന്ന് പറഞ്ഞാൽ അയ്യുഈന റജുലു ഖൗമഹു അലൽ ദുൽം, സ്വന്തം സമുദായത്തിൽപ്പെട്ടവൻ അതിക്രമം കാണിക്കുമ്പോൾ, അനാവശ്യം കാണിക്കുമ്പോൾ, തോന്നിയവാസം കാണിക്കുമ്പോൾ, അരുതാത്തത് ചെയ്യുമ്പോൾ അവനെ സഹായിക്കുന്നതും അവനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതും അവന് കൂട്ടുനിൽക്കുന്നതും അവന് ഒത്താശ ചെയ്യുന്നതും അവന് വേണ്ടി പൈസ ഇറക്കുന്നതും അവന് വേണ്ടി പത്രസമ്മേളനം നടത്തുന്നതും അതാണ് വർഗീയത. നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവൻ ഒരുത്തും തോന്നിയവാസം കാണിച്ചു, അരുതാത്തത് നമ്മുടെ നാട്ടിൽ ചെയ്തു, ബസ് സ്റ്റാൻഡിലോ ഈ ടൗണിലോ അരുതാത്തത് ചെയ്തു, കൂട്ടു നിൽക്കരുത്, അത് വർഗീയതയാണ്. എന്നാൽ വർഗീയത അല്ലാത്തത് എന്താ? സ്വസമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായി, സാംസ്കാരികപരമായി, സാമൂഹികപരമായി
മതപരമായ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് വർഗീയതയല്ല. അതെല്ലാ സമുദായവും പരിശ്രമിക്കട്ടെ, എല്ലാവരും ആ രംഗത്ത് മത്സരിക്കട്ടെ. പക്ഷെ അവനവന്റെ സമുദായത്തിൽ പെട്ടവൻ തോന്നിവാസം കാണിച്ച് വൃത്തികേട് കാണിച്ചു എന്നാൽ അവനെ സഹായിക്കുന്നതാണ് വർഗീയത എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുണ്ടായി. ഖുർആനിൽ ആയത്തുണ്ട്, രസകരമായ ആയത്താണ്. കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും. ഓരോ സമുദായവും ചെയ്യുന്ന അവരുടെ ആരാധനകൾ, അവരുടെ കർമ്മങ്ങൾ അത് അവർക്ക് ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുത്തു എന്ന്. ഈ അടുത്ത ദിവസം നമ്മളൊരു വീഡിയോയിൽ കണ്ടല്ലോ, ഏതോ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇറ്റിറ്റ് വെള്ളം വീഴുന്നു. നമുക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. ഏതോ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇറ്റിറ്റ് വെള്ളം വീഴുന്നു. ആ വെള്ളം പുണ്യജലമാണെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ പോയി കൈക്കുമ്പിളിലെടുത്ത് അത് ദേഹത്ത് പുരട്ടുന്നു, അത് കുടിക്കുന്നു. അവസാനമാണ് അറിഞ്ഞത് എയർ കണ്ടീഷന്റെ വെള്ളം വീഴുന്നതെന്ന്. നമ്മൾ പരിഹസിക്കരുത്. കാരണം വകദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും. ചിലർ പശുവിനെ ആരാധിക്കുന്നു, ചിലർ മരത്തിന് വലയം വെക്കുന്നു. ഓരോ സമുദായവും അവരവരുടെ ആരാധനകളും അവരുടെ കർമ്മങ്ങളും അവർക്ക് ഭംഗിയാണ്. നമ്മുടെ നമസ്കാരം നമുക്ക് ഭംഗിയാണ്, നമ്മുടെ ഖുത്ബ നമുക്ക് ഭംഗിയാണ്, നമ്മുടെ മസ്ജിദ് നമുക്ക് ഭംഗിയാണ്. ഓരോ സമുദായത്തിനും അല്ലാഹു ഭംഗിയാക്കി കൊടുത്തു. എന്നാൽ ഫയുനബ്ബിഹും ബിമാ കാനൂ യഅമലൂൻ. അവരവർ ചെയ്ത കർമ്മത്തിന്റെ ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും വേർതിരിക്കുന്ന ഒരു പരലോകം വരാനിരിക്കുന്നു. അത് അവരെ ഉണർത്തിക്കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസ്ബിയ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവരും പത്രസമ്മേളനം നടത്തുന്നവരും മുസ്ലിം സമുദായം അങ്ങനെ നേടി, ഇങ്ങനെ നേടി, അത് നേടുന്നു, അത് പറയുന്നു, അങ്ങനെ ചെയ്യുന്നു, അവൻ നമ്മളിൽപ്പെട്ടവനല്ല. വർഗീയതയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നവൻ. മുസ്ലിം സമുദായത്തിന്റെ വായിൽ നിന്നും വർഗീയതയുടെ ഒരു വാചകം പോലും വരരുത്. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ആരുമാവട്ടെ, നമ്മുടെ അയൽപ്പക്കമാണ്. ആ അയൽപ്പക്കം എന്ന നിലയ്ക്ക് അവനോട് സ്നേഹത്തോടെ, കരുണയോടെ അവനെ സഹായിക്കാനും ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനുമാണ് ഇസ്ലാം പറയുന്നത്, മതം പറയുന്നത്. എൻ്റെ അടുക്കൽ ഒരു ഹിന്ദു കച്ചവടത്തിന് വന്നാൽ, നീ ഹിന്ദുവാണ്, നിനക്ക് എൻ്റെ സാധനം വിൽക്കൂല എന്ന് പറയുന്നത് വർഗീയതയാണ്. അങ്ങനെ വർഗീയത വിളമ്പുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. അവന്റെ നെറ്റി 2 കിലോ നിസ്കാരത്താഴമ്പോ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പോവില്ല. സ്വർഗത്തിൽ പോവില്ല. കൊടുക്കലും വാങ്ങലൊന്നും മതവും ജാതിയൊന്നുമില്ല. കച്ചവടത്തിൽ ജാതിയും മതമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു, പറയാണ് ഒരൊറ്റ ക്രിസ്ത്യാനി അങ്ങോട്ട് പോകരുത്, ഒരു ഹിന്ദു അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ ഈ രാജ്യം തകർന്നില്ല, വല്ല ഫസദത്തില്ലാറും ഈ രാജ്യം തകർന്നു പോകും. ഒരു ഹിന്ദുവിന്റെ കടയിലേക്ക് പോവരുത് എന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ എനിക്ക് ഖത്തീബാവാനും ഇമാമാവാനുള്ള അവകാശമില്ല. എന്തൊരു മാനവികതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ. വലൈസ മിന്നാ മൻ ഖാതല അലാ അസ്ബിയ വലൈസ മിന്നാ മൻ മാത അലാ അസ്ബിയ. വർഗീയതയുടെ പേരിൽ സമരം ചെയ്യുന്നവനും യുദ്ധം ചെയ്യുന്നവനും അതിനുവേണ്ടി മരിക്കുന്നവനും കൊല്ലപ്പെടുന്നവനും ഒന്നും നമ്മുടെ കൂട്ടത്തിലില്ല, നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വളരെ പ്രസക്തമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രംഗത്തുള്ള ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ പരിശോധിച്ചു നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ എതിർത്തവർക്ക് മാപ്പ് കൊടുത്ത കഥകളാണ്. നമുക്കിനി വേണ്ടത് ഈ മിമ്പറിലെ പ്രസംഗത്തെക്കാൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ ഭൂമിശാസ്ത്രം നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. ചങ്ങനാശ്ശേരിക്ക് ഒരു പ്രത്യേകമായ ഒരു ഭൂമിശാസ്ത്രമുണ്ടല്ലോ. എല്ലാ ജാതി മത സമൂഹത്തിന്റെയും കേന്ദ്രമാണ് ഈ ചങ്ങനാശ്ശേരി. ഇവിടെ എല്ലാ ജാതിയും മത വിഭാഗത്തിൽപ്പെട്ടവർ പരസ്പര സ്നേഹത്തോടെ കരുണയോടെ വർദ്ധിക്കണമെന്നോ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പരസ്പരം വിട്ടുവീഴ്ചയോടെ പറയുന്ന അതേ വാക്കിന് മറുപടി കൊടുക്കുക എന്നുള്ളതല്ല. നോക്കൂ നിങ്ങൾ, ഇത്രയെല്ലാം വർഗീയതയൊക്കെ വിളമ്പിയിട്ടും
നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനാ നേതാക്കന്മാർ അതേ നാണയത്തിൽ മറുപടി കൊടുത്തോ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഖുർആൻ അത് പഠിപ്പിക്കുന്നില്ല. നമുക്കറിയാം, പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച സഫ്വാനും ഉമയ്യത്തും കൂട്ടുകാരാണ്, അടുത്ത സ്നേഹിതന്മാരാണ്, ഉറ്റ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും ഒരു കിണറിന്റെ വക്കത്തിരുന്നു കൊണ്ട് ഒരു ഗൂഢാലോചന നടത്തി. മുഹമ്മദിനെ വധിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു ചെയ്യും? ഉമയ്യത്ത് അത് ഏറ്റെടുത്തു. ഉമയ്യത്തിന് കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു. ഉമയ്യത്ത് മുഹമ്മദിനെ വധിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ വധിക്കാൻ വേണ്ടി പോയാൽ ഉമയ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉമയ്യത്തിന്റെ കടങ്ങളൊക്കെ സഫ്വാൻ വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കരാറിൽ സഫ്വാനും ഉമയ്യത്തും ഗൂഢാലോചന നടത്തി. അങ്ങനെ ദിവസം നിശ്ചയിച്ചു. വിഷം പുരണ്ട കൊടുവാളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഉമയ്യത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രു മദീനത്തെ പള്ളിയുടെ സൈഡിലൂടെ നടന്നു വന്നു. ഉമയ്യത്ത് ഇതാ നടന്നു പോകുന്നു എന്ന് കണ്ടപ്പോ സഹാബാക്കൾ ഒന്ന് ചാടി എഴുന്നേറ്റു. നബി പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്ക്, അദ്ദേഹം എന്റെ അടുക്കൽ വന്നോട്ടെ, കുഴപ്പമില്ല, അദ്ദേഹത്തെ വിട്ടേക്കെന്ന് പറഞ്ഞു. ഉമയ്യത്ത് പതുക്കെ പള്ളിക്കകത്തേക്ക് കയറി വന്നു. അന്നാർക്കും കയറി വരാം പള്ളിക്കകത്തേക്ക്. കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോ ഒരു റമദാനില്, ഇത് പറയുമ്പോ ഒരു ഓർമ്മ വന്നറിയാം, കാഞ്ഞിരപ്പള്ളിയിലെ ബിഷപ്പിന് ഞാൻ പ്രത്യേകം ക്ഷണിച്ച് വിളിച്ചു വരുത്തി. എൻ്റെ റൂമിൽ നോമ്പുതുറയുടെ ആ ഒരു വിഭവം ഒപ്പത്തിലിരുത്തി കഴിപ്പിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം പള്ളിയുടെ അകത്തളം കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ കാഞ്ഞിരപ്പള്ളിയുടെ ബിഷപ്പിനോട് ചോദിച്ചു, മുസ്ലിം പള്ളിയുടെ അകത്തളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ഇമാമെന്ന് പറഞ്ഞു. എന്നാ അകത്ത് കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഇതേപോലെ ഒരു ബെഞ്ചുണ്ട് ബാക്കിൽ, ആ ബെഞ്ചിലിരുത്തി. അദ്ദേഹം പറയാണ്, മുസ്ലിം പള്ളിയുടെ അകത്തളം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടതെന്ന്. ഞാൻ പറയും, കാലൊന്ന് കഴുകി കയറിക്കോണമെന്ന് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലെ ബിഷപ്പിന് ആദ്യമായി പള്ളി കാണിച്ചു കൊടുത്ത ഞാനാ. അന്നത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു വരുത്തി. എന്തേ സാധിക്കാത്തത്? ഉമയ്യത്താ കയറി വന്നത്. ആരാ? മുസ്ലിമാണ് ഉമയ്യത്ത്? അല്ല, ഉമയ്യത്ത് വിഷം പുരണ്ട വാൾ ഒളിപ്പിച്ചു വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കയറി വന്നിരുന്നു. കടാര ഊരി ഒന്ന് കുത്തി കേറ്റേണ്ട താമസം. ആ സമയത്ത് ഉമയ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉമയ്യത്തിന്റെ കടമൊക്കെ വീട്ടിക്കൊള്ളാന്ന് കൂട്ടുകാരൻ സഫ്വാനും ഏറ്റെടുത്തിരിക്കുക. കേറി മുന്നിൽ ഇരുന്ന പാട് ചോദിച്ചു, ഉമയ്യത്തെ ആ അരയിൽ കടാര ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ഉമയ്യത്ത് അത്ഭുതപ്പെട്ടു പോയി. ഉമയ്യത്ത് ഞെട്ടി വിറച്ചുപോയി. വിഷം പുരട്ടിയിട്ടുണ്ടല്ലേ? ഉമയ്യത്ത് ഒന്നും കൂടി ഭയന്നുപോയി. നീ എന്നെ കൊല്ലാനാ വന്നതല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിൽ ഉമയ്യത്തിന്റെ കരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. ഉമയ്യത്ത് പറഞ്ഞു, അതെ നബിയേ, അങ്ങ് എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ഒരു മൂന്നാമതൊരു മനുഷ്യൻ പോലും അറിയാതെ ഗൂഢാലോചന നടത്തിയത് ആ കിണറിന്റെ വക്കത്തിരുന്നു കൊണ്ട. അങ്ങ് എങ്ങനെ അറിഞ്ഞു? ഞങ്ങളുടെ ഗൂഢാലോചന എങ്ങനെ അറിഞ്ഞു? എനിക്ക് വഹി കിട്ടി, ഇന്നലെ രാത്രിയിൽ എന്നെ അറിയിക്കപ്പെട്ടു. അപ്പൊ ഉമയ്യത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അങ്ങ് സത്യത്തിന്റെ പ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഉമയ്യത്ത് അവിടുന്ന് ഇറങ്ങി വന്നു. പിന്നെ സഫ്വാനും ഉമയ്യത്തും വലിയ പിണക്കത്തിലായി. കൊല്ലാൻ പോയവൻ മുസ്ലിമായി തിരിച്ചു വന്നു. കൂട്ടുകാരൻ എങ്ങനെ സഹിക്കും? കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ മക്കം ഫതഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഏകദേശം 62 വയസ്സ് കഴിഞ്ഞ് മക്കം വിജയം, മക്ക പിടിച്ചെടുത്തു. അള്ളാഹുവിന്റെ റസൂൽ 1.25 ലക്ഷം സഹാബത്തുമായി മദീനയിൽ നിന്നും അങ്ങനെ റാലിയായി, ഒരു ഘോഷയാത്രയായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്താണ്. മക്കം പിടിച്ചടക്കാൻ വേണ്ടി വന്ന ഒരു കുതിരപ്പുറത്തല്ല, പിന്നെ കഴുതപ്പുറത്ത്. തലപ്പാവ് കെട്ടിയിരുന്നു, 2 വാലുള്ള കറുത്ത തലപ്പാവ്. നബിയുടെ വിനയം കൊണ്ട് നെറ്റി കഴുതയുടെ തലയിൽ മുട്ടുമാറ് കുനിഞ്ഞുപോയി ആ തല. അങ്ങനെ ഘോഷയാത്രയായി മദീനയിൽ നിന്ന് മക്കത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നൊരു സഹാബി വിളിച്ചു പറഞ്ഞു, അൽ യൗമ യൗമുൽ മൽഹമ, പ്രതികാരത്തിന്റെ ദിവസമാണ്. ബിലാലിനെ ആക്രമിച്ച
സുമയ്യയെ കൊലപ്പെടുത്തിയ, അങ്ങനെ പല സഹാബത്തിനെയും കൊലപ്പെടുത്തിയുടെ പ്രതികാരം ചെയ്യുന്ന ദിവസമാണ് എന്നൊരാൾ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞു. ആരാണടോ അനർഹമായ അസ്ഥാനത്തുള്ള ആ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പേടിച്ചു വരണ്ട, അനയാ റസൂലല്ലാഹ്, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. നീ തിരുത്തണം ആ മുദ്രാവാക്യം. അൽ യൗമ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, സഹാനുഭൂതിയുടെ, സഹനതയുടെ ദിവസമാണെന്ന് നീ വിളിച്ചു പറയാൻ പറഞ്ഞു. ആ മുദ്രാവാക്യം അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചു എന്നാ ചരിത്രമൊക്കെ വായിച്ചു നോക്കുക. ഒരുപാട് ആലിമ്യങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ മക്കത്തെത്തി, മക്ക പിടിച്ചെടുത്തി, കഅബ കഴുകി വൃത്തിയാക്കിയപ്പോൾ കുറച്ചാളുകൾ അവർ നാട് വിട്ടോടി. അള്ളാഹുവിന്റെ റസൂൽ വധിക്കുമെന്ന് വിചാരിച്ചിട്ട് നാട് വിട്ടോടി. ആ കൂട്ടത്തിൽ നാട് വിട്ടത് ആരാന്നറിയോ? അത് പറയാനാണ് ഉമയ്യത്തിന്റെ സഫ്വാന്റെ കഥ ഞാൻ പറഞ്ഞത്. ഉമയ്യത്തിന്റെ കൂട്ടുകാരനായിരുന്ന സഫ്വാൻ നാട് വിട്ടോടി. എങ്ങോട്ടാ ഓടിയത്? 62 കിലോമീറ്റർ അകലെയുള്ള മക്കത്ത് നിന്ന് ജിദ്ദ കടപ്പുറത്തേക്ക് പോയി. ജിദ്ദ കടപ്പുറത്ത് നിന്ന് ഒരു കപ്പലിൽ കയറി ഇരിക്കുക അയാള്, ഏതെങ്കിലും ഒരു ദ്വീപിൽ പോയി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട്. അല്ല, ചില ചരിത്രത്തിൽ പറയുന്നത് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയി. മുഹമ്മദ് മക്ക പിടിച്ചടക്കുന്ന കാണാൻ പറ്റൂല, അത്രയും വർഗീയത അയാളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, അത്രയും തീവ്രത അയാളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അത് കാണാൻ പറ്റാത്തത് കൊണ്ട്, സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ജിദ്ദയിലേക്ക് പോയതാ, കപ്പൽ കയറിയിരുന്നു. അപ്പോഴാണ് ഉമയ്യത്ത് റളിയല്ലാഹു അദ്ദേഹം നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേ കൊല്ലാൻ വന്നവനാ ഞാൻ, പക്ഷേ അങ്ങേക്കൊണ്ട് ഞാൻ വിശ്വസിച്ചു. എന്റെ കൂട്ടുകാരൻ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി എന്നോട് മിണ്ടിയിട്ട് ആ സഫ്വാൻ അങ്ങേ പേടിച്ചിട്ട് ജിദ്ദയിലേക്ക് ഓടിയിരിക്കുകയാണ്. സഫ്വാൻ വന്ന് പൊരുത്തം ചോദിച്ചാൽ, സഫ്വാൻ വന്ന് മാപ്പ് ചോദിച്ചാൽ, സഫ്വാൻ വന്ന് അങ്ങയുടെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിച്ചാൽ അങ്ങ് മാപ്പാക്കുമോ നബിയെ എന്ന അള്ളാഹുവിന്റെ റസൂലിനോട് ഉമ്മയ്യത്ത് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും ഞാൻ മാപ്പാക്കും. 12 സഹാബാക്കളെ കൊന്നവനാ സഫ്വാൻ. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കുങ്ങൾ. 12 സഹാബാക്കളെ കൊന്നവനാണ് സഫ്വാൻ. ഉമയ്യത്തോടി മാപ്പാക്കുന്ന് പറഞ്ഞപ്പോ സഫ്വാന്റെ അടുക്കലേക്ക് ഓടി, ജിദ്ദയിലേക്ക് ഓടി, മക്കത്ത് നിന്ന് ജിദ്ദയിലേക്ക് ഓടി. സഫ്വാനെ, നീ മുങ്ങി മരിക്കരുത്, നീ ആത്മഹത്യ ചെയ്യരുത്, നീ കപ്പൽ കയറി രക്ഷപ്പെടരുത്, മുഹമ്മദ് നിനക്ക് മാപ്പാക്കി തരാന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഫ്വാൻ പറഞ്ഞു, ഇല്ലല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ വരില്ല. അതാ മുഹമ്മദ് പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ, വല്ല എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. എവിഡൻസ് ഒന്നുമില്ല. എന്നാ വല്ല എവിഡൻസും കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മയ്യത്ത് വീണ്ടും ജിദ്ദയിൽ നിന്ന് മക്കത്തേക്ക് ഓടി. അള്ളാഹുവിന്റെ റസൂലെ, സഫ്വാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. 2 റിവായത്തുണ്ട്. ഒന്ന്, നബി തങ്ങളുടെ തലയിൽ കടന്ന കറുത്ത തലപ്പാവുണ്ടല്ലോ, അതിങ്ങ് അഴിച്ചിട്ട് ഈ ഉമ്മയ്യത്തിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, സഫ്വാന് കൊണ്ട് കൊടുക്ക്, ഞാനാ പറഞ്ഞത്, എന്റെ തലപ്പാവാണ്, ഞാനാ പറഞ്ഞത് മാപ്പാക്കുമെന്ന്. വേറെ റിവായത്തിൽ വരുന്നു, നബി തങ്ങളുടെ കാലിൽ കടന്ന ചെരുപ്പ് അടിച്ചു കൊടുത്തു എന്നാണ്. ഈ തലപ്പാവ് അല്ലെ ചെരുപ്പും കൊണ്ട്. പണ്ട് ഡെൻമാർക്കിന്റെ പത്രത്തിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നല്ലോ, മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിത്രം വരച്ചിട്ട്, നഊദുബില്ല, ആ ചിത്രത്തിൽ ഒരു തലപ്പാവുണ്ട്. തലപ്പാവ് 2 ബോംബ്, കത്തുന്ന ബോംബ്. പണ്ടങ്ങാണ്ട് ഒന്നാണ്, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി വിഷമിപ്പിച്ചതല്ല. ഈ തലപ്പാവ് കാരുണ്യത്തിന്റെ തലപ്പാവാണ്. ഈ തലപ്പാവ് വിട്ടുവീഴ്ചയുടെ തലപ്പാവാണ്. ഈ തലപ്പാവ് കൊണ്ട് ഉമ്മയ്യത്ത് സഫ്വാന്റെ അടുക്കലേക്ക് ജിദ്ദയിലേക്ക് ഓടി. ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലപ്പാവാണ്, നീ മടങ്ങി വാ എന്ന് പറഞ്ഞ് സഫ്വാൻ പതുക്കെ കപ്പലിൽ നിന്ന് ഇറങ്ങി കൂട്ടത്തിൽ നടന്ന് ഏകദേശം 62 കിലോമീറ്ററോളം ഓടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മാപ്പാക്കുമെന്ന് ചോദിച്ചു. നിനക്കും മാപ്പ് തന്നിരിക്കുന്നു, നിനക്കും മാപ്പ് തന്നിരിക്കുന്നു, നിനക്കും പൊരുത്തം തന്നിരിക്കുന്നു, നിനക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. നീ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണോ? ഇസ്ലാമിലേക്കൊന്നും വരുമൊന്നുമില്ല, മാപ്പാക്കിയല്ലോ, ഓക്കെ മാപ്പാക്കി. എന്നാൽ നീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക. കേൾക്കണേ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയ്, നിങ്ങൾ ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ വായിക്ക്, ഇസ്ലാമിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കോ, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കോ.
എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഫ്വാൻ പറഞ്ഞു, 4 മാസം എനിക്ക് സമയം തരുവാണെങ്കിൽ ഞാൻ പഠിക്കാം എന്ന് സഫ്വാൻ പറഞ്ഞു. 4 മാസം സഫ്വാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാം മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? വർഗീയതയുടെ അധികാരത്തിന് വേണ്ടി വർഗീയത വിളമ്പുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം ഈ രാജ്യത്ത് ഈ ബഹുസ്വര സമൂഹത്തിൽ സ്വീകരിക്കേണ്ട ഖുർആനിന്റെ നയം, അള്ളാഹുവിന്റെ റസൂലിന്റെ നയം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ജാതി പറയുന്ന ആളുകളുടെ നേതാവായ ശ്രീനാരായണ ഗുരു ഈ വിട്ടുവീഴ്ചയുടെ പ്രവാചകനെ കുറിച്ച് പാടിപ്പോയത്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ചങ്ങനാശ്ശേരിയുടെ പള്ളിക്കകത്തല്ല ഈ പ്രസംഗം വേണ്ടത്. ചങ്ങനാശ്ശേരിയുടെ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ജാതിയുടെ മതത്തിന്റെയും വർഗത്തിന്റെയും ആളുകളുടെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി സ്റ്റേജിൽ വിളിച്ചിരുത്തി 1 മണിക്കൂർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനെ കൊണ്ട് പ്രസംഗിപ്പിച്ചതിന് ശേഷം വേണം ഇവർക്ക് ആശംസകൾ കൊടുത്ത് പറഞ്ഞു വിടാൻ. എന്നാൽ ഒരാളും വർഗീയത പറയില്ല. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ, ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ ഉന്നമനത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ ഉമ്മത്ത് താക്കോൽ സ്ഥാനത്തെത്തേണ്ടവരാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ കോട്ടയം ജില്ലയിൽ, ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ, ഈ കോട്ടയം കലക്ട്രേറ്റിൽ ഒരു മുസ്ലിം കലക്ടർ വന്നിട്ടുണ്ടോ? ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഒരു മുസ്ലിം സമുദായത്തിൽ. ഇത് പറയുന്നത് വർഗീയതയല്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഒരാൾ അക്രമം കാണിക്കുമ്പോൾ ആ അക്രമിക്ക് കൂട്ടു നിൽക്കുന്നതാണ് വർഗീയത. ഞാൻ ആവർത്തിക്കാണ് കേട്ടോ ഹദീസ്. അതുകൊണ്ട് നമ്മുടെ മഹലിന്റെ എല്ലാ അർത്ഥത്തിലും ഈ കോമ്പൗണ്ടിൽ ഒരു ഉന്നത നിലവാരത്തിലേക്ക് നമ്മുടെ സമുദായത്തെ എത്തിക്കാൻ, നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള മുസ്ലിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, പണക്കാരുണ്ട്. നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കുണ്ടോ? ഉണ്ടോ? നല്ലൊരു IAS കാരനുണ്ടോ? IAS കാരിയുണ്ടോ? നല്ല ഉന്നത റാങ്കിലുള്ളവരുണ്ടോ? എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾ പഠിക്കുക, ഉന്നത നിലവാരങ്ങളിലേക്ക് എത്തുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫയും ആഫിയത്തും ആരോഗ്യം സിഹത്തും സലാമത്തും